ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇത് കുറേ പേർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതും കഴിച്ചിട്ടുള്ളതുമായ ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും ഈ ബ്രെഡ് പൊരിച്ചത് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. പിന്നീട് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനിയും ഇതിലേക്ക് 2-3 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചൊന്ന് ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ള്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി അവസാനമായി ഇതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ബ്രെഡ് പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാനിവിടെ ഈ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡായി എടുത്ത് ഈ ബാറ്ററി മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അങ്ങനെ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ 2-3 എണ്ണം ഒരുമിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഇത് ഒരു ഭാഗമായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇത് കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ ബാച്ച് ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എല്ലാ ബ്രെഡും പൊരിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്കിത് ഒരുപാട് ഇഷ്ടമാവും. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.